വിപ്ലവത്തിൻ്റെ തിളച്ചുമറിയുന്ന ചൂടിൽ കാൽപ്പനിക പ്രണയവും മറ്റ് മുഗ്ധഭാവങ്ങളും തൻ്റെ കവിത്വത്തിന് അന്യമാണെന്ന് പ്രഖ്യാപിച്ച കവിയാണ് പി ഭാസ്കരൻ. വയലാറിലെ രക്തരൂക്ഷിതമായ ജനമുന്നേറ്റത്തെ മുൻനിർത്തി എഴുതിയ വയലാർ ഗർജിക്കുന്നു എന്ന കാവ്യത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര നടൻ, ആകാശവാണി പ്രൊഡ്യൂസർ, സ്വാതന്ത്ര്യ സമര സേനാനി, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പി ഭാസ്കരൻ്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന സമാഹാരത്തിന് ഉറൂബ് എഴുതിയ അവതാരികയിലെ ഒരു ഭാഗം ശ്രദ്ധിക്കാം. വാതിലുകളും ജാലകങ്ങളും മലർക്കെ തുറന്നിട്ടതും ആട്ടവും പാട്ടും വർണ്ണങ്ങളും കൊണ്ട് ബഹളം പിടിച്ചതുമായ ഒരു ബംഗ്ലാവിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ തോന്നും ചങ്ങമ്പുഴ കവിതയിലേക്ക് പ്രവേശിച്ചാൽ. ഭാസ്കരൻ്റെ കവിതയാകട്ടെ ഉത്കണ്ഠാജനകമാവണ്ണം പകുതി ചാരിയ വാതിലുകളോട് കൂടിയ കൊത്തളത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു സ്ത്രീയുടെ ഏകാന്ത ഗാനവും. യൂസഫലി കേച്ചേരി നടത്തിയ ഒരു അഭിപ്രായം, മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനങ്ങളുടെ പിതാവ് പി ഭാസ്കരനാണ് എന്നതാണ്. 1949 പുറത്തിറങ്ങിയ അപൂർവ സഹോദരർകൾ എന്ന തമിഴ് ചിത്രത്തിലെ ബഹുഭാഷാ ഗാനത്തിൽ ഏതാനും മലയാളം വരികളാണ് അദ്ദേഹം എഴുതിയ ആദ്യ ചലച്ചിത്ര ഗാനം. മലയാളത്തിൽ ചന്ദ്രിക എന്ന ചിത്രത്തിനാണ് ആദ്യം പാട്ടെഴുതിയത്. നീലക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങളോടെ പി ഭാസ്കരൻ മലയാള ചലച്ചിത്ര മേഖലയുടെ അനിവാര്യ ഘടകമായി മാറി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, വയലാർ ഗർജിക്കുന്നു, ഒസ്യത്ത്, പാടുന്ന മൺതരികൾ, ഓടക്കുഴലും ലാത്തിയും. 47ഓളം ചിത്രങ്ങൾ പി ഭാസ്കരൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ ഇരുട്ടിൻ്റെ ആത്മാവ്, ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ, കള്ളിച്ചെല്ലമ്മ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് JC ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പ്രധാനമായും അദ്ദേഹം ഗാനരചന നടത്തിയവ അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കുവെള്ളം, കദളിവാഴ കയ്യിലിരുന്ന്, മാമലകൾക്കപ്പുറത്ത്, പുലർകാല സുന്ദര സ്വപ്നത്തിൽ. അവസാനമായി ഗാനരചന നടത്തിയത് 2003 പുറത്തിറങ്ങിയ സൗദാമിനി എന്ന ചിത്രത്തിനു വേണ്ടിയാണ്. ഉയരും ഞാൻ നാടാകെ പടരും ഞാനൊരു പുത്തനുയിർ നാട്ടിനേകിക്കൊണ്ടുയരും വീണ്ടും എന്നും, വില്ലാളിയാണു ഞാൻ ജീവിത സൗന്ദര്യ വല്ലകി മീട്ടിലല്ലെൻ്റെ ലക്ഷ്യം എന്നും പാടിയ കവി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ അധികാര മത്സരങ്ങളും രാഷ്ട്രീയ രംഗത്ത് പ്രകടമായ കാപട്യവും വിപ്ലവ പാർട്ടിക്ക് സംഭവിച്ച ആശയപരമായ പാപത്തരവും വിഭജനവും നിരാശയിലേക്ക് നയിക്കുകയുണ്ടായി. പിന്നീട് കവിതയുടെ ചുവപ്പ് കുറയുകയും കവിതയുടെ വീക്ഷണം കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധം നിറഞ്ഞതാവുകയും ചെയ്തു. ഏകദേശം 250-ലധികം സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 3000-ലധികം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 2007 ഫെബ്രുവരി 25-നാണ് അദ്ദേഹം അന്തരിച്ചത്.